നമസ്കാരം. 7ാം ക്ലാസ്സിലെ എൻ്റെ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഇൻഫോ മിററിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ഇംഗ്ലീഷിലെ രഞ്ജീസ് മാജിക് ബാറ്റ് എന്നുള്ള ചാപ്റ്ററിലെ ആക്ടിവിറ്റീസാണ്. പാർട്ട് 1 വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് പാർട്ട് 2 വീഡിയോ ആണ്. ആക്ടിവിറ്റി 6 മുതലാണ് ഈ ഒരു വീഡിയോയിലുള്ളത്. മക്കളെ, ആക്ടിവിറ്റി 6 ഇമാജിൻ, പേജ് നമ്പർ 107 ആണ്. Imagine you have the opportunity to interview some local sports personalities. അപ്പോൾ നിങ്ങൾക്ക് ഒരു അവസരം കിട്ടിയെന്ന് വിചാരിക്കൂ. എന്താണ്? ഇൻ്റർവ്യൂ ചെയ്യാനായിട്ട് നമ്മുടെ നാട്ടിലുള്ള സ്പോർട്സ് പേഴ്സണാലിറ്റീസിനെയൊക്കെ ഒന്ന് ഇൻ്റർവ്യൂ ചെയ്യാനുള്ളൊരു അവസരം നിങ്ങൾക്ക് കിട്ടി. വാട്ട് ക്വസ്റ്റ്യൻസ് വുഡ് യു ആസ്ക് ദം? എന്ത് ക്വസ്റ്റ്യൻ ആയിരിക്കും നിങ്ങൾ അവരോട് ചോദിക്കുന്നത്? അബൌട്ട് ദെയർ ജേർണീസ്, അവരുടെ ജേർണിയെ പറ്റി, ചാലഞ്ചസ്, എന്തൊക്കെ പ്രശ്നങ്ങൾ എന്തൊക്കെയായിരുന്നു അവർ ഫേസ് ചെയ്തത് അതിനെപ്പറ്റി. ഇതൊക്കെ ആർക്ക് വേണ്ടിയാണ്? ഈ ഒരു ഫീൽഡിലേക്ക് വരാൻ നിൽക്കുന്ന കുറേ ആൾക്കാരില്ലേ, ഇതിനോട് ആസ്പയർ ചെയ്ത് വരുന്ന ആൾക്കാർ, അവർക്ക് വേണ്ടിയിട്ടാണ് അപ്പം നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അപ്പം അതനുസരിച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രിപ്പയർ ചെയ്യണം. ഇപ്പോൾ കണ്ടോ നിങ്ങൾ ചോദ്യം ചോദിക്കുന്നുണ്ടോ? അപ്പം നിങ്ങളുടെ ക്ലാസ്സിലോ അല്ലെങ്കിൽ നിങ്ങൾക്കിടയിലോ ഒക്കെ, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഇതുപോലത്തുള്ള മേഖലകളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും. അപ്പം അങ്ങനെയുള്ളവർ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന കണക്കുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കണം നിങ്ങൾ ചോദിക്കേണ്ടത്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇവിടെ ഉണ്ട്. വാട്ട് മോട്ടിവേറ്റഡ് യു ടു ബിക്കം എ സ്പോർട്സ് പേഴ്സൺ? ഒരു സ്പോർട്സ് പേഴ്സൺ ആകാൻ എന്താണ് നിങ്ങൾക്ക് കിട്ടിയൊരു മോട്ടിവേഷൻ? എന്തായിരുന്നു എന്നത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ലൈൻ വെച്ച് നോക്കുവാണെങ്കിൽ നമുക്ക് 5 ക്വസ്റ്റ്യൻ ആണ്. എന്തായാലും പറയാം, കുറച്ച് തരാം. ഹൗ ഡിഡ് യു സ്റ്റാർട്ട് യുവർ ജേർണി ഇൻ സ്പോർട്സ്? സ്പോർട്സിൽ നിങ്ങളുടെ ജേർണി എങ്ങനെ സ്റ്റാർട്ട് ചെയ്തു? വാട്ട് വെയർ ദ ബിഗ്ഗസ്റ്റ് ചലഞ്ചസ് യു ഫേസ്ഡ് ഏർലി ഓൺ? ആദ്യകാലങ്ങളിൽ നിങ്ങൾ ഫേസ് ചെയ്ത ബിഗ്ഗസ്റ്റ് ചലഞ്ചസ് എന്താണ്? ഹാവ് യു എവർ ഡൗട്ടഡ് യുവർ സെൽഫ്? നിങ്ങൾക്ക് നിങ്ങളിൽ എപ്പോഴെങ്കിലും ആത്മവിശ്വാസക്കുറവുണ്ടായിരുന്നോ? ഹൗ ഡിഡ് യു കോപ്പ്? അതെങ്ങനെ മാനേജ് ചെയ്തു? വാട്ട് അഡ്വൈസ് ഡു യു ഹാവ് ഫോർ യങ് അത്ലറ്റ്സ്? യങ് അത്ലറ്റ്സിന് എന്ത് അഡ്വൈസാണ് നിങ്ങൾക്ക് കൊടുക്കാനുള്ളത്? പിന്നെ വേണമെങ്കിൽ ഇനിയും പറയാം. ഹൗ ഡു യു മാനേജ് സ്ട്രെസ് ബിഫോർ ബിഗ് കോമ്പറ്റീഷൻസ്? ബിഗ് കോമ്പറ്റീഷൻസിന് മുമ്പ് സ്ട്രെസ് ഉണ്ടല്ലോ, നമുക്ക് ഭയങ്കര ടെൻഷൻസൊക്കെ വരത്തില്ലേ? വലിയ മത്സരമാണ്. അപ്പം അത് നിങ്ങൾ എങ്ങനെയാണ് മാനേജ് ചെയ്തത്? വാട്ട് ഹാസ് ബീൻ യുവർ മോസ്റ്റ് മെമ്മറബിൾ മൊമെൻറ്റ് ഇൻ സ്പോർട്സ്? സ്പോർട്സിലുള്ള നിങ്ങളുടെ മോസ്റ്റ് മെമ്മറബിൾ മൊമെൻറ്റ് എന്തായിരുന്നു? ഇത്രയും ക്വസ്റ്റ്യൻസ്. ഇനി വേണമെങ്കിലും തരാവുന്നതേ ഉള്ളൂ. എന്തായാലും ഞാനിപ്പോൾ ഇത്രയുമാണ് അവിടെ എഴുതാനായിട്ട് തരുന്നത് കേട്ടോ. അടുത്തത് ആക്ടിവിറ്റി 7. റീഡ് ദ ഫോളോയിങ് സെൻറ്റൻസ്. തന്നിരിക്കുന്ന സെൻറ്റൻസ് വായിക്കൂ. മിസ്റ്റർ കുമാർ ലൈക്ഡ് എൻകറേജിങ് യങ് പ്ലെയേഴ്സ് ആൻഡ് ഹീ തോട്ട് രഞ്ജി വുഡ് മേക്ക് എ ഗുഡ് ക്രിക്കറ്റർ. മിസ്റ്റർ കുമാർ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു? യങ് ആയിട്ടുള്ള പ്ലെയേഴ്സിനെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു? എൻകറേജ് ചെയ്യുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന് എന്ത് തോന്നി? നമ്മുടെ രഞ്ജിക്ക് ഒരു നല്ല ക്രിക്കറ്റർ ആകാൻ കഴിയുമെന്ന് തോന്നിയിട്ടും ഉണ്ടായിരുന്നു. ഹിയർ ആർ സം ഇൻസ്ട്രക്ഷൻസ് മിസ്റ്റർ കുമാർ മൈറ്റ് ഹാവ് ഗിവൺ രഞ്ജി. ഈ തന്നിരിക്കുന്നത് എന്താണ്? കുറച്ച് ഇൻസ്ട്രക്ഷൻസ്. എന്തൊക്കെയാണ്? എന്ത് ചെയ്യാം, എന്ത് ചെയ്യരുത്, അങ്ങനെ ചെയ്യൂ എന്നൊക്കെ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് ആണ്. അത് ഒരു പക്ഷേ മിസ്റ്റർ കുമാർ രഞ്ജിക്ക് പറഞ്ഞിട്ടുണ്ടാകാം എന്നുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ്. അയാൾ രഞ്ജിക്ക് കൊടുത്തിട്ടുണ്ടാകാൻ സാധ്യതയുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ്. കീപ് ദിസ് ബാറ്റ് ആൻഡ് വാച്ച് യുവർ ഫീറ്റ് വെൻ യു ഫേസ് ഫാസ്റ്റ് ബൗളേഴ്സ്. ഒക്കെ എന്ന് വെച്ചാൽ ക്രിക്കറ്റിൽ ഓരോ സാഹചര്യങ്ങളിലും നീ ഇങ്ങനെ ചെയ്യൂ, അങ്ങനെ ചെയ്യൂ എന്നുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ്. ഇവിടെ തന്നെ എന്താണ്? ഫാസ്റ്റ് ബൗളറിനെ ഫേസ് ചെയ്യുമ്പം എങ്ങനെ വേണം? പിന്നെ പ്രാക്ടീസ് ഡ്രൈവ്സ് ആൻഡ് കട്ട്സ് ഫോർ ആൻ അവർ എവറി ഡേ. പിന്നെന്താണ്? എല്ലാ ദിവസവും എത്ര സമയം പ്രാക്ടീസ് ചെയ്യണമെന്നുള്ളൊരു ഉപദേശം. പിന്നെന്താണ്? ടൈമിങ്, വർക്ക് ഓൺ യുവർ ടൈമിങ് വെൻ പ്ലേയിങ് ഷോട്ട്സ് കളിക്കുന്ന സമയത്ത് എങ്ങനെ വേണം? ലേൺ ഫ്രം യുവർ മിസ്റ്റേക്സ് ആൻഡ് കറക്റ്റ് ദം. ഡോണ്ട് റൺ ടു ഫാസ്റ്റ് വെൻ യു ആർ ബൗളിങ്. സ്റ്റേ സ്ട്രോങ് ആൻഡ് കോൺഫിഡൻറ്റ് ഓൺ ദി ഫീൽഡ്. ഇങ്ങനെ കുറേ ഇൻസ്ട്രക്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, 2-3 പാർട്ടുണ്ട് കേട്ടോ. റീഡ് ദ ഇൻസ്ട്രക്ഷൻസ് ഗിവൺ യൂസിങ് ദ വേർഡ് കീപ്പ്. കണ്ടോ, ഈ ഇൻസ്ട്രക്ഷൻസിൽ തന്നെ കുറേ തന്നിരുന്നില്ലേ മക്കളെ? കീപ്പൊക്കെ തന്നിട്ടുണ്ടായിരുന്നില്ലേ? കീപ്പ്, ഡോണ്ട്, അങ്ങനെയൊക്കെ ഉള്ള തന്നിരുന്നു. അപ്പോൾ കീപ്പ് ഡോർ ക്ലോസ്ഡ്, കീപ്പ് വെച്ചിട്ടുള്ള സെൻറ്റൻസ് ആണ്. കീപ്പ് യുവർ ഹാൻഡ്സ് ക്ലീൻ, അത്. കീപ്പ് ഡിസ്റ്റൻസ് ഫ്രം വൈൽഡ് ആനിമൽസ്, ഇതൊക്കെ കീപ്പുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ക്യാൻ യു ഗിവ് മോർ എക്സാമ്പിൾസ്? ഇനി ഈ കീപ്പ് എന്ന് പറയുന്ന വാക്കുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ എക്സാമ്പിൾസ് തരാമോ നിങ്ങൾക്ക്? 3 മതി ഇവിടെ. കീപ്പ് യുവർ എൻവയോൺമെൻറ്റ് ക്ലീൻ, പിന്നെ കീപ്പ് യുവർ റൂം ടൈഡി, കീപ്പ് യുവർ ഫോൺ ഓൺ സൈലൻറ്റ്. ഇനിയും ഉണ്ട്, ഒരുപാടെണ്ണം പറയാം കേട്ടോ. അടുത്തത് എന്താണ്? ബി
ലെറ്റ് us മേക്ക് സം സെൻറ്റൻസസ് യൂസിങ് ഡോണ്ട്. ഇനി ഡോണ്ടുമായിട്ടുള്ള ഇതാണ്. ഡോണ്ട് വേസ്റ്റ് ഫുഡ് ഒന്നാമത്തത്. ഇനി 2 പിക്ചേഴ്സ് ഉണ്ട്, അത് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ആദ്യം എഴുതേണ്ടത്. ഡോണ്ട് പിക്ക് ദി ഫ്ലവേഴ്സ്, ഡോണ്ട് ലീവ് ട്രാഷ് ഓൺ ദി ഫ്ലോർ, അല്ലെങ്കിൽ നമുക്ക് എന്തും പറയാം, ട്രാഷ് ഓൺ ദ ഫ്ലോറിന് പകരം ഡോണ്ട് ലിറ്റർ ദി പ്രിമൈസസ് എന്ന് വേണമെങ്കിൽ നമുക്ക് അവിടെ പറയാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇനിയുള്ളത് എന്താണ്? ഇത് 2 ഉള്ളൂ അവിടെ. ഇനി അടുത്തത് ബാക്കി വരുന്ന 3 ഇനി വരുന്നതും 3 ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണല്ലേ. എന്താണ്? മൊബൈൽ ഫോണ്, പിന്നെ അതേ ഉറക്ക സംസാരിക്കുന്നു, വെള്ളം പാഴാക്കുന്നു. അപ്പോൾ എന്താണെന്ന് നോക്കൂ മക്കളെ. എന്താണ്? ഡോണ്ട് യൂസ് മൊബൈൽ ഫോൺസ്, ഡോണ്ട് ടോക്ക് ലൗഡ്ലി, ഡോണ്ട് ലീവ് ദ ടാപ്പ് ഓപ്പൺ. അത്രയേ ഉള്ളൂ. ഇനി സി ആണ്. ഫ്രെയിം സം ഇൻസ്ട്രക്ഷൻസ് യൂസിങ് അവോയ്ഡ്, റിമെമ്പർ, ചെക്ക്, എൻഷുർ, ലിസൺ ആൻഡ് ഫോളോ. ഇനി ഇൻസ്ട്രക്ഷൻസ് നിങ്ങൾ ഉണ്ടാക്കണം. എന്തൊക്കെ ചേർത്തിട്ട്? അവോയ്ഡ്, റിമെമ്പർ, ചെക്ക്, എൻഷുർ, ലിസൺ, ഫോളോ. ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ എക്സാമ്പിൾ ഉണ്ട്. അവോയ്ഡ് യൂസിങ് മൊബൈൽ ഫോൺ വൈൽ ഡ്രൈവിങ്. ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നത് ഒഴിവാക്കുക. അവോയ്ഡ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഒഴിവാക്കുക. ഇനി എന്ത് പറയാം? അവോയ്ഡ് ബേണിംഗ് പ്ലാസ്റ്റിക്സ് കരിക്കുന്നത് ഒഴിവാക്കുക. ഇനി അവോയ്ഡ് സ്കിപ്പിംഗ് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യില്ലേ നമ്മൾ. എന്താണ്? നമുക്ക് ഒരുപാട് പേർക്കുള്ള ശീലമാണ് ബ്രേക്ക്ഫാസ്റ്റ് അങ്ങ് എന്ത് ചെയ്യും? സ്കിപ്പ് ചെയ്യും. അപ്പോൾ അതൊന്ന് ഒഴിവാക്കുക. ഇനി അടുത്തത് റിമെമ്പർ ടു വാഷ് യുവർ ഹാൻഡ്സ് ബിഫോർ ഈറ്റിംഗ്. കഴിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യുക? കൈ കഴുകുക. ഇനി റിമെമ്പർ ടു ടേൺ ഓഫ് ദി ലൈറ്റ്സ് വെൻ ലീവിങ് എ റൂമിൽ നിന്ന് വരുമ്പോൾ എന്ത് ചെയ്യുക? ലൈറ്റ് ഓഫ് ചെയ്യുക. ചെക്കുമായിട്ട് ബന്ധപ്പെട്ട് ചെക്ക് യുവർ ആൻസേഴ്സ് ബിഫോർ സബ്മിറ്റിംഗ് യുവർ ടെസ്റ്റ് പേപ്പർ സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ആൻസർ ഒന്ന് ചെക്ക് ചെയ്യുക. ചെക്ക് ദ എക്സ്പയറി ഡേറ്റ് ബിഫോർ കൺസ്യൂമിങ് പാക്കേജ്ഡ് ഫുഡ്. പാക്കേജ് ചെയ്തിരിക്കുന്ന ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യുക? അതിൻ്റെ ഡേറ്റ് ഒന്ന് നോക്കുക. എൻഷുർ എന്ന് വെച്ചാൽ എന്താ? ഉറപ്പ് വരുത്തുക. എന്ത്? എൻഷുർ യു മാനേജ് യുവർ ടൈം വൈസായിട്ടാണ് ടൈം മാനേജ് ചെയ്യുന്നത് എന്ന് ഉറപ്പുവരുത്തുക. ഇനി എൻഷുർ യു ടേക്ക് യുവർ ഫുഡ് ഇൻ ടൈം. സമയത്ത് തന്നെ ഫുഡ് കഴിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ഇനി ലിസൺ, ശ്രദ്ധിക്കുക. എന്താണ്? ലിസൺ ടു യുവർ ഫ്രണ്ട്സ് വെൻ ദേ ടോക്ക് ടു യു. അവർ നമ്മളോട് സംസാരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കുക. ലിസൺ ടു യുവർ കോച്ച് ഡ്യൂറിങ് സ്പോർട്സ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് കോച്ച് പറയുന്നത് ശ്രദ്ധിക്കുക. ഫോളോ എന്താണ് ഫോളോ ചെയ്യേണ്ടത്? ഫോളോ ദ ഗൈഡ് ലൈൻസ് പ്രൊവൈഡഡ് ബൈ യുവർ ടീച്ചർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള എന്തൊക്കെയാണ് ഇന്നത് ചെയ്യുക, ഇന്നത് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞാൽ ടീച്ചർ ഗൈഡ് ലൈൻസ് തരില്ലേ, അത് എന്ത് ചെയ്യുക? അത് ഫോളോ ചെയ്യുക. ഇനി ഫോളോ ദ റെസിപ്പി ടു മേക്ക് യുവർ ഫേവററ്റ് ഡിഷ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം? റെസിപ്പി നന്നായിട്ട് ഫോളോ ചെയ്യുക. ഇത്രയേ ഉള്ളൂ. അടുത്ത ഡി ആണ്. യുവർ സ്കൂൾ ഈസ് ഹോസ്റ്റിംഗ് ആൻ ഇന്റർ സ്കൂൾ ഫുട്ബോൾ മാച്ച് നെക്സ്റ്റ് മന്ത്. നിങ്ങളുടെ സ്കൂള് ഒരു ഇന്റർ സ്കൂളുകൾ തമ്മിലുള്ള ഫുട്ബോൾ മാച്ച് നടത്തുന്നുണ്ട് നെക്സ്റ്റ് മന്തിൽ. ഇമാജിൻ യു ആർ ദ ഓർഗനൈസർ ഓഫ് ദ ഇവൻറ്റ് നടത്തുന്ന ആൾ നിങ്ങളാണ്. ക്യാൻ യു റൈറ്റ് സം സിമ്പിൾ ഇൻസ്ട്രക്ഷൻസ് ഫോർ ദ പാർട്ടിസിപ്പേറ്റിംഗ് ടീം ആൻഡ് ദ വോളണ്ടിയേഴ്സ്. പാർട്ടിസിപ്പേറ്റിംഗ് ടീമിനും വോളണ്ടിയേഴ്സിനും 2 പേർക്കും കൂടെ ഒറ്റ ഇൻസ്ട്രക്ഷൻ അല്ലല്ലോ, അങ്ങനെ 2 പേർക്കും സെപ്പറേറ്റ് ഇൻസ്ട്രക്ഷൻസ് നമുക്ക് എഴുതാം. ഇൻസ്ട്രക്ഷൻസ് എന്തൊക്കെയായിരിക്കും നിങ്ങൾ കൊടുക്കുക? 2 ഉണ്ട്. ബിഫോർ ദ ഡേ ഓഫ് ദി മാച്ചിൻ്റെ മുമ്പും വേണം, ഓൺ ദി ഡേ ഓഫ് ദി മാച്ചിൻ്റെ അന്നും. ഈ 2 ദിവസങ്ങളിലും നിങ്ങൾ ആർക്കൊക്കെ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കണം? ആ വോളണ്ടിയേഴ്സിനും പാർട്ടിസിപ്പേറ്റിംഗ് ടീമിനും ഇൻസ്ട്രക്ഷൻസ് കൊടുക്കണം. അപ്പോൾ ഇവിടെ ഉണ്ട് എന്താണ്? ബിഫോർ ദ ഡേ ഓഫ് ദി മാച്ചിൽ സബ്മിറ്റ് യുവർ രജിസ്ട്രേഷൻ ഫോം ഇൻ ടൈം. ഏത് രജിസ്ട്രേഷൻ ഫീ എന്ന് 2 തന്നിട്ടുണ്ട്. അത് ആർക്കുള്ളതാണ്? പാർട്ടിസിപ്പേറ്റിംഗ് ടീമിനുള്ളതാണ്. അപ്പോൾ എന്തൊക്കെയുണ്ട്? അറ്റൻഡ് ഓൾ പ്രാക്ടീസ് സെഷൻസ്, പിന്നെ സബ്മിറ്റ് മെഡിക്കൽ ഫോംസ്, പിന്നെ അറൈവ് 30 minutes ബിഫോർ യുവർ മാച്ച്. അത്രയും മതി. ഇനി ഫോർ വോളണ്ടിയേഴ്സിന് എന്താണുള്ളത്? ഒത്തിരി എണ്ണം പറയാം, വേണ്ടത് എഴുതുക. അറൈവ് 1 hour ബിഫോർ ദി മാച്ച്. വോളണ്ടിയേഴ്സ് സമയത്തെത്തിയാൽ മതിയോ? 1 മണിക്കൂർ മുമ്പ് എത്തണം. വോളണ്ടിയറുടെ ടീഷർട്ട് ഇടണം. പിന്നെ രജിസ്ട്രേഷൻ ഡെസ്ക് ഉണ്ടല്ലോ, രജിസ്റ്റർ ചെയ്യുന്നിടത്ത് ആളെയൊക്കെ ഇരുത്തി അതിനുള്ള എല്ലാം റെഡിയാക്കി വെക്കണം. കൺഫേം ടീംസ് ഹാവ് സബ്മിറ്റഡ് ഫോംസ്. ടീംസ് എല്ലാം ഫോംസ് കൊണ്ടുവച്ചിട്ടുണ്ടെന്നുള്ളത് ഉറപ്പ് വരുത്തണം. ഫീൽഡൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് വെക്കണം. ഇതൊക്കെ വോളണ്ടിയേഴ്സിൻ്റെ പരിപാടി. ഇനി ഓൺ ദ ഡേ ഓഫ് ദി മാച്ചിൽ എന്തൊക്കെയാണ് ടീംസിനുള്ളത്? ബി ഓൺ ദ ഫീൽഡ് 15 minutes ബിഫോർ യുവർ മാച്ച്. പിന്നെ ലിസൺ ടു ദി റെഫറി. സ്റ്റേ ഹൈഡ്രേറ്റഡ്, നല്ലോണം വെള്ളമൊക്കെ കുടിച്ചിട്ടിരിക്കുക.
പ്ലേ സേഫ്ലി ആൻഡ് ഫെയർലി എന്ന് വെച്ചാൽ നന്നായി. റെസ്പെക്റ്റ് എവ്രി വൺ കേട്ടോ. എല്ലാവരും ഇപ്പം റെഫറി പറയുന്നതൊക്കെ കേട്ടിട്ട് നീ താൻ പോടോന്ന് തിരിച്ച് പറഞ്ഞാൽ ശരിയാവുമോ? ഇല്ല. അവരെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? റെസ്പെക്റ്റ് ചെയ്യണം. ഒരു വിസിലൊക്കെ അടിക്കുമ്പോൾ മൈൻഡ് ചെയ്തിട്ട് നിൽക്കുമ്പോൾ പറ്റുമോ? ആ വിസിൽ എന്താണ്? ഒരു എന്താണ്, ഒരു ഓർഡറാണ്, എന്തെങ്കിലും ഒരു. അപ്പോൾ അതിനെയൊക്കെ നമ്മൾ ബഹുമാനിക്കണം. ഇനി ഫോർ വോളണ്ടിയേഴ്സ് എന്താണ്? അസിസ്റ്റ് ടീംസ് വിത്ത് അറേഞ്ച്മെൻറ്റ്സ് സമയത്ത് ടീംസിൻ്റെ കൂടെ നടക്കണം. ഗൈഡ് ടീംസ് ടു ദെയർ ഏരിയാസ്. ചെക്ക് ദാറ്റ് പ്ലെയേഴ്സ് ഹാവ് പ്രോപ്പർ ഗിയർ എന്ന് വെച്ചാൽ എല്ലാം കറക്റ്റായിട്ട് ഇട്ടിട്ടുണ്ടോ എന്നുള്ളത് നോക്കണം. ഇപ്പോൾ ക്രിക്കറ്റ് കളിക്കാൻ തന്നെ ഗിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹെൽമെറ്റ്, പാഡ്, ഗ്ലൗസ് ഇതൊക്കെയാണ്. അപ്പോൾ ഫുട്ബോളിനും അങ്ങനെ തന്നെ ഉണ്ട്. കീപ് ദ ഫീൽഡ് ക്ലീൻ. പിന്നെ എൻഷുർ സേഫ്റ്റി ആൻഡ് ഓർഡർ. ഇതെല്ലാം ഉറപ്പുവരുത്തുക. ഇനി ആക്ടിവിറ്റി 8. റീഡ് ദ ഫോളോയിങ് സെൻറ്റൻസസ് ഫ്രം ദ സ്റ്റോറി രഞ്ജീസ് മാജിക് ബാറ്റ്. I will lend it to you for the rest of the cricket season. You won't fail with it. I just take care of yourself. ഇവിടെ എന്താണ് നോക്കൂ, ഞാൻ ബാറ്റ് കൊടുക്കാമെന്ന് പറയുന്നില്ലേ മിസ്റ്റർ കുമാർ? ആ സെൻറ്റൻസ് ആണ്. ഇത് വെച്ച് കളിക്കൂ, നീ തോൽക്കില്ല എന്നൊക്കെ പറയുന്ന അതാണ്. The word take is also used with other words in a similar way, such as take a chance and take a break. ഇങ്ങനെ ടേക്ക് ഇവിടെ കണ്ടോ? ജസ്റ്റ് ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്. ടേക്ക് കെയർ എന്ന് വെച്ചാൽ എന്താണ്? നമ്മളെ ഒന്ന് സൂക്ഷിച്ചോളുക, സുരക്ഷിതമായിട്ട് നോക്കുക എന്നുള്ളത്. ഇപ്പോൾ പനിയൊക്കെ വരുമ്പോൾ നമ്മൾ പറയത്തില്ല റെസ്റ്റ് എടുക്കൂ, ടേക്ക് കെയർ എന്ന് പറയില്ല. അതുപോലെ ഇപ്പം ഇവിടെ കണ്ടോ, ഈ ടേക്ക് എന്ന് പറഞ്ഞ വാക്ക് വേറെ പല രീതിയിൽ ഉപയോഗിക്കാം. ടേക്ക് എ ബ്രേക്ക്, ഒരു ബ്രേക്ക് എടുക്കൂ. പിന്നെന്താണ് വേറെ എന്താ പറയുന്നത്? ടേക്ക് എ ചാൻസ്, ഒന്ന് ഒരു ചാൻസ് എടുത്ത് നോക്കൂ എന്നൊക്കെ പറയില്ലേ, അങ്ങനെ. സം വേർഡ്സ് ഓഫൺ ഗോ ടുഗെദർ. ചില വാക്കുകൾ ഒരുമിച്ച് പോകും. എക്സാമ്പിൾ ഹെവി റെയിൻ. പിന്നെ സച്ച് കോമ്പിനേഷൻസ് ആർ കോൾഡ് കൊളോക്കേഷൻസ്. അങ്ങനെയുള്ള കോമ്പിനേഷൻസിനെയാണ് നമ്മൾ കൊളോക്കേഷൻസ് എന്ന് പറയുന്നത്. ചിലതിൻ്റെ കൂടെ ചിലതേ ചേരും. വേർഡ്സ് ലൈക്ക് സ്ട്രോങ് ഓർ ഹാർഡ് ആർ നോട്ട് യൂഷ്വലി യൂസ്ഡ് വിത്ത് റെയിൻ. റെയിനിൻ്റെ കൂടെ നമ്മൾ എന്താ ഉപയോഗിക്കുന്നത്? ഹെവി റെയിനാണ്. സ്ട്രോങ് റെയിൻ എന്നോ അല്ലെങ്കിൽ എന്താണ് ഹാർഡ് റെയിൻ എന്നോ ഒന്നുമല്ല, ഹെവി റെയിൻ എന്നാണ് പറയുക. അതെന്തെന്നാ പറഞ്ഞ് അങ്ങനെയുള്ളതിനെ കൊളോക്കേഷൻസ് എന്നാണ് പറയുന്നത്. ഇനി പുട്ട് ടിക്ക് മാർക്ക് ഇൻ ദ റെലവൻറ്റ് കോളംസ് അഗെയിൻസ്റ്റ് വേർഡ്സ് വിച്ച് ക്യാൻ ബി യൂസ്ഡ് വിത്ത് ടേക്ക്. അപ്പോൾ ടേക്കിൻ്റെ കൂടെ എഴുതാൻ പറ്റുന്നത് എന്തൊക്കെയാണെന്നൊന്ന് ടിക്കിടാമോ? ടേക്ക് സീറ്റ്, പോവില്ലേ. പിന്നെ ഹാപ്പിനെസ്, ലുക്ക്, നോയ്സ്, റിസ്ക്, ഈവനിങ്, ചാൻസ്. ഇതിലേതൊക്കെയാണ് പോകുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിയിട്ട് മാത്രം ഇത് നോക്കി എഴുതുക. ഒന്ന് ആലോചിച്ച് മക്കളെ. ടേക്ക് യുവർ സീറ്റ് നമ്മൾ പറയും. ടേക്ക് എ ചാൻസ് എന്ന മേളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇതിനകത്ത് ഏതൊക്കെയാണ് വരുന്നത് എന്നുള്ളത് ഇവിടെ തരുന്നുണ്ട് കേട്ടോ. ഇനി നൗ കംപ്ലീറ്റ് ദ സ്റ്റോറി യൂസിങ് ഹാവ്, ഡു ആൻഡ് മേക്ക് ടു ഫോം സ്യൂട്ടബിൾ കൊളോക്കേഷൻസ്. ഇനി തന്നിരിക്കുന്ന സ്റ്റോറിയിൽ കണ്ട മൊത്തം ഡാഷ് ഉണ്ട്. ഇവിടെ എന്തൊക്കെയാണ് എന്തിൻ്റെ കൂടെ ചേരും എന്നുള്ളത് നമുക്കറിയാമല്ലോ. അതൊക്കെ ചേർത്ത് നിങ്ങളിതൊന്ന് കംപ്ലീറ്റ് ചെയ്യണം. ഞാൻ മാക്സിമം സ്പീഡിൽ പറഞ്ഞു പോകും, കാര്യം ഈ വീഡിയോയും ലെങ്തിയാണ്. ഇനി ലെങ്തി ആക്കണ്ട കേട്ടോ. Once upon a time, in a peaceful little town, there lived a young girl named Shruti. ശ്രുതി എന്ന് പറഞ്ഞൊരു കുട്ടി ഒരിക്കൽ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ലിറ്റിൽ ടൗണിൽ ജീവിച്ചിരുന്നു. ഷീ ലൈക്ഡ് പെയിൻറ്റിങ് ആൻഡ് വാസ് നോൺ ഫോർ ദിയർ പ്രോപ്നെസ്. അവർക്ക് എന്ത് ഇഷ്ടമായിരുന്നു? പെയിൻറ്റിങ് ഇഷ്ടമായിരുന്നു. അതുപോലെ അതിൻ്റെ ആ ഒരു കൃത്യത, അതിൽ നിന്ന് വെച്ചാൽ വളരെ പെർഫെക്റ്റ് ആയിട്ട് വരയ്ക്കും, അത്രേ ഉള്ളൂ. അതിലാണ് അവളെ അറിയപ്പെട്ടിരുന്നത്. എവറി ഡേ ആഫ്റ്റർ സ്കൂൾ ഷീ വുഡ് ഡു ഹെർ ഹോം വർക്ക് ബിഫോർ ഹെർ പാരൻസ് കെയിം ഹോം ആഫ്റ്റർ വർക്ക്. പാരൻസ് ജോലി കഴിഞ്ഞ് വരുന്നതിന് മുമ്പ് അവൾ എന്ത് ചെയ്യും? അവളുടെ ഹോം വർക്കൊക്കെ ചെയ്യും. ഷീ ഈവൻ ഹെൽപ്ഡ് ഹെർ പാരൻസ് ടു ഡു ദി ലോണ്ട്രി ഓൺ സൺഡേ. സൺഡേ ലോണ്ട്രി ഡേ ആണല്ലോ, തുണിയൊക്കെ കഴുകുന്നത്. അപ്പോൾ ആ ഒരു ക്ലീനിങ്, ആ ഒരു തുണിയൊക്കെ കഴുകുന്നതിന് അവൾ സഹായിക്കും. ഓൺ സണ്ണി മോർണിംഗ് ശ്രുതി വോക്കപ്പ് എക്സൈറ്റഡ്. നല്ല കാലാവസ്ഥ അല്ലെങ്കിൽ വെയിലുള്ള ദിവസം എക്സൈറ്റഡ് ആയിട്ട് അവൾ ഉണരും. ഷീ വോണ്ടഡ് ടു മേക്ക് ഹെർ ബെഡ് നീറ്റ്ലി ആഫ്റ്റർ ഗെറ്റിംഗ് അപ്പ്. ഉണർന്നാൽ ഉടനെ ബെഡ് നന്നായിട്ട് നീറ്റാക്കി ഇടണം. ഷീ വോണ്ടഡ് ടു മേക്ക് ഹെർ ബെഡ് നീറ്റ്ലി ആഫ്റ്റർ ഗെറ്റിംഗ് അപ്പ്. അടുത്ത ഷീ വാസ് ഡിറ്റർമിൻഡ് ടു കീപ് ഹെർ റൂം നീറ്റ് ആൻഡ് ടൈഡി ആൻഡ് കുഡിൻ വെയിറ്റ് ടു സ്റ്റാർട്ട് പെയിൻറ്റിങ്. അവൾക്ക് എന്തുണ്ടായിരുന്നു? അവളുടെ റൂം എപ്പോഴും നീറ്റായിരിക്കണം, അതുപോലെ തന്നെ വൃത്തിയുള്ളതായിരിക്കണം എന്നുള്ളത് അവൾക്ക് നിർബന്ധമായിരുന്നു. അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ പെയിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്യുകയും വേണം. ആഫ്റ്റർ സ്കൂൾ ദാറ്റ് ഡേ ശ്രുതി റിട്ടേൺഡ് ഹോം ആൻഡ് ഡിസൈഡഡ് ടു മേക്ക് എ കോൾ ടു ഹെർ ആർട്ട് ടീച്ചർ ഫോർ സം ഗൈഡൻസ്. അപ്പോൾ അന്ന് സ്കൂളിൽ നിന്ന് വീട്ടിൽ വന്നിട്ട് അവൾ എന്താ ചെയ്തത്?
എന്ത് തീരുമാനിച്ചു? ടീച്ചറെ ഒന്ന് വിളിക്കണം. എന്തിനാണ്? ആർട്ട് ടീച്ചറെ എന്തിനാണ് വിളിക്കുന്നത്? കുറച്ച് ഗൈഡൻസ് വേണം അതിന്. ഓൾ ഹർ ടീച്ചേഴ്സ് ഹാഡ് ഹോപ്സ് ഫോർ ശ്രുതീസ് കരിയർ. അവളുടെ ടീച്ചേഴ്സിനെല്ലാം അവളുടെ കരിയറിൽ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. ഇൻ ദ ഈവനിങ്സ് ശ്രുതി ലൈക്ഡ് ടു ഹാവ് എ കപ്പ് ഓഫ് ടീ വിത്ത് ഹർ ഫാമിലി. ഈവനിങ്സിൽ വീട്ടുകാരോടൊപ്പം ഇരുന്ന് ഒരു കപ്പ് ചായ കുടിക്കാൻ അവൾ ഇഷ്ടപ്പെട്ടിരുന്നു. വൺ ഡേ ശ്രുതീസ് പാരൻസ് ടോൾഡ് ഹർ they were going to have a big party to celebrate her achievements in painting. ഒരു ദിവസം പാരൻസ് എന്ത് പറഞ്ഞു? അവൾക്ക് എന്തില്ലേ പെയിൻറ്റിങ്ങിൽ ഭയങ്കര എന്തൊക്കെ കിട്ടിയിരുന്നു, അച്ചീവ്മെൻറ്റ്സ് കിട്ടിയില്ലേ, അതൊന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു പാർട്ടി നടത്തണമെന്നവർ പറഞ്ഞു. ഷീ ഫെൽറ്റ് ഗ്രേറ്റ്ഫുൾ ടു ഹർ ലവിങ് പാരൻസ് ആൻഡ് ദെയർ അൺവേവറിങ് സപ്പോർട്ട്. അവൾക്ക് അവരുടെ ഇത്രയും അവളെ സപ്പോർട്ട് ചെയ്യുന്ന വീട്ടുകാരോട് നന്ദിയും സ്നേഹവും ഒക്കെ തോന്നി. ഇത്രയും ഭയങ്കരമായ സപ്പോർട്ടല്ലേ അത്. അതിൽ ഇനി ബി, let us meet some more words and find out who loves to hang out with the get, keep, come and go. Fill in the blanks with their special companions. ഇനി നിങ്ങൾ ഗെറ്റും കീപ്പും കമ്മും ഗോയും ഒക്കെ ആയിട്ട് മാച്ച് ചെയ്ത് പോകുന്നത് എന്തൊക്കെയാണ് അത് നിങ്ങളൊന്ന് എഴുതുക കേട്ടോ. അതാണ് ഈ കമ്പാനിയൻസ് എന്ന് പറയുന്നത്. അതിനെ പറ്റിയാട്ടോ. ഇവർ തമ്മിൽ ചേരത്തില്ലേ, ഇതിൻ്റെ കൂടെ ചേരുന്ന ഇതിൻ്റെ കൂട്ടുകാരൻ ആര്? അപ്പോൾ ഗെറ്റ് താഴെ എഴുതിക്കോളൂ. പെർമിഷൻ, റെഡി, മാരീഡ്, എ ജോബ്, ഹോം, വാക്സിനേറ്റഡ്, ആംഗ്രി തന്നിട്ടുണ്ട്. ആംഗ്രി. ഇനി അടുത്ത കീപ്പ്, സ്കോർ, സേഫ്, കൺട്രോൾ, പാം, ഇൻ ടച്ച്, ഓർ സീക്രട്ട് തന്നിരിക്കുന്നത്. പ്രോമിസ്, കം, ക്ലോസ്, ടു ആൻ എൻഡ്, ടു ആൻ എഗ്രിമെൻറ്റ്, ലേറ്റ്, ഓൺ ടൈം, ടു ലൈഫ്. ടു ആൻ എഗ്രിമെൻറ്റ് തന്നിട്ടുണ്ട്. ഗോ, ഓൺ വെക്കേഷൻ, ഷോപ്പിംഗ്, അബ്രോഡ്, ക്രേസി, മിസ്സിങ്, ഫോർ എ നാപ്പ്. ഓൺലൈനാണ് തന്നിട്ടുള്ളത്. ഇനിയുള്ളത് ആക്ടിവിറ്റി 9. ഇതിൻ്റെയൊക്കെ അർത്ഥം പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇനിയും വീഡിയോ ഭയങ്കര ലെങ്തി ആവും. അപ്പോൾ ആക്ടിവിറ്റി 9 നോക്കൂ. എന്താണ് ക്വസ്റ്റ്യൻ? ബട്ട് ഹീ ലൈക്ഡ് എൻകറേജിങ് യങ് പ്ലെയേഴ്സ് ആൻഡ് ഹീ തോട്ട് രഞ്ജി വുഡ് മേക്ക് എ ഗുഡ് ക്രിക്കറ്റർ ആസ് ഗുഡ് ആസ് ഇന്ത്യാസ് ഫേമസ് പ്ലെയേഴ്സ്. തന്നിരിക്കുന്നത് എന്താണ്? ടെക്സ്റ്റിലെ സെൻറ്റൻസ് തന്നെയാണ്. രഞ്ജി ഇന്ത്യയിലെ മറ്റു കളിക്കാരോടൊപ്പം നിൽക്കുന്ന അത്രയും നല്ലൊരു കളിക്കാരനാണ് എന്നൊക്കെ ചിന്തിക്കുന്ന കാര്യമാണ് തന്നത്. അപ്പം തന്നിരിക്കുന്നുണ്ട് അസ് ഗുഡ് അസ്, അതാണ് ഹൈലൈറ്റ് ചെയ്ത് തന്നിട്ടുള്ളത്. ലുക്ക് അറ്റ് ദ എക്സ്പ്രഷൻ അസ് ഗുഡ് അസ്, അത് നോക്കുക. ലെറ്റ് us കമ്പൈൻ ദ ഫോളോയിങ് സെൻറ്റൻസസ് യൂസിങ് അസ് ഗുഡ് അസ്. അസ് അസ് അല്ലെങ്കിൽ അസ് ഗുഡ് അസ് എന്നൊന്നും വേണ്ട, അസ് അസ്. ഇവിടെയും അസ് വേണം, അപ്പുറത്തും അസ് വേണം. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്ക് എന്തോ ഒരു വാക്കും കൂടി വരും. അത് നമുക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും. ഇവിടെ ഒരു ബോക്സ് ഉണ്ട്, ആദ്യം നോക്കൂ. വി ക്യാൻ കമ്പയർ ടു തിങ്സ് that are very similar or equal in a special aspect using us. ഇപ്പോൾ ഈക്വൽ ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ സിമിലർ ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളെ തമ്മിൽ കമ്പൈൻ ചെയ്ത് ഒരു സെൻറ്റൻസ് ഉണ്ടാക്കാൻ നമ്മൾക്ക് ഈ അസ് എന്നുള്ള ഒരു പ്രയോഗം ഉപയോഗിക്കാം. ഇറ്റ് ഈസ് ലൈക്ക് സേയിങ് ദേ ആർ ദ സെയിം ഇൻ എ പർട്ടിക്കുലർ വേ. അതിൻ്റെ അർത്ഥം ഏകദേശം ഒരുപോലെയാണ് അവർ എന്നാണ്. എക്സാമ്പിൾ, എ റോസ് ഈസ് as beautiful as a lotus. ഒരു റോസ് ഫ്ലവർ എന്ന് പറയുന്നത് താമരയേക്കാൾ ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നില്ല, അല്ലെങ്കിൽ താമര എന്ന് പറയുന്നത് റോസിനേക്കാൾ ബ്യൂട്ടിഫുൾ എന്നല്ല പറയുന്നത്. എന്താ പറയുന്നത്? ഒരു റോസ് ഫ്ലവർ താമരയെപ്പോലെ തന്നെ മനോഹരിയാണ്, രണ്ടും സെയിം ആണ്, രണ്ടും ബ്യൂട്ടിഫുൾ ഒരുപോലെ. അപ്പോൾ അസ് എൻ്റെ ഇടയ്ക്ക് വരുന്നത് വാക്ക് ഏതാ മക്കളെ? ആസ് ബ്യൂട്ടിഫുൾ അസ്. മനസ്സിലായോ? ഇവിടെ അതാണ് ആസ് ഗുഡ് അസ്. അതുപോലെ ഇവിടെ താമരയുടെയും റോസിൻ്റെയും കാര്യത്തിൽ എന്താ പറയുന്നത്? അവരുടെ ഭംഗിയാണ് പറയുന്നത്. അപ്പോൾ എന്ത് പറയുന്നു? ആസ് ബ്യൂട്ടിഫുൾ അസ്. ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കൂ. ഡൽഹി ഈസ് ക്രൗഡഡ്, മുംബൈ ഈസ് ക്രൗഡഡ്. ഡൽഹിയും ക്രൗഡഡ് ആണ്, മുംബൈയും ക്രൗഡഡ് ആണ്. അപ്പോൾ രണ്ടും ഒരുപോലെ ക്രൗഡഡ് ആണെന്ന് നമുക്ക് പറയണം. ഡൽഹി ഈസ് ആസ് ക്രൗഡഡ് അസ് മുംബൈ. അപ്പം അസ് നടുക്ക് എന്ത് വന്നു? ക്രൗഡഡ്. അപ്പോൾ എന്താണോ ക്വാളിറ്റി അതാണ് നമ്മൾ നടുക്ക് എഴുതുന്നത്. ഡൽഹി ഈസ് as crowded as മുംബൈ. അടുത്തത്, എ ഫ്ലവർ ഗാർഡൻ ഈസ് റിഫ്രഷിങ്, എ കൂൾ ബ്രീസ് ഈസ് റിഫ്രഷിങ്. അപ്പോൾ ഫ്ലവർ ഗാർഡനും നമുക്ക് ഭയങ്കര റിഫ്രഷിങ് ആണ്, ഭയങ്കര മനസ്സിനൊരു സമാധാനം സന്തോഷമൊക്കെ തരുന്നതാണ്, ഒരു ഉന്മേഷം തരുന്നതാണ്. അതുപോലെയാണ് ഒരു തണുത്ത കാറ്റും, അല്ലേ? അപ്പോൾ എന്താണ്? ഫ്ലവർ ഗാർഡൻ ഈസ് as എന്ത്? റിഫ്രഷിങ്, as a cool breeze. അടുത്തത്, കേക്ക് ഈസ് ഡെലീഷ്യസ്, ചോക്ലേറ്റ് ഈസ് ഡെലീഷ്യസ്. രണ്ടും ഡിലീഷ്യസ് ആണ്. അപ്പോൾ എന്താ പറയേണ്ടത്? ഡിലീഷ്യസിന് മുമ്പ് അസ്. എന്തൊക്കെയാണ്? കേക്കും ചോക്ലേറ്റും. ഇനി ചേർത്ത് പറയൂ. കേക്ക് ഈസ് as delicious as chocolate. അടുത്തത്, ദിസ് പസിൽ ഈസ് ട്രിക്കി. ഈ പസിൽ ഭയങ്കര ട്രിക്കിയാണ്.
മൈ മാത്സ് ഹോംവർക്ക് ഈസ് ട്രിക്കി. എൻ്റെ മാത്സ് ഹോംവർക്കും ഭയങ്കര ട്രിക്കിയാണ്. ദിസ് പസിൽ ഈസ് ആസ് ട്രിക്കി ആസ് മൈ മാത്സ് ഹോംവർക്ക്. മൈ മാത്സ് ഹോംവർക്ക് എന്നുള്ളത് പ്രത്യേകം വേണം കേട്ടോ, അതൊന്നും കൊണ്ട് കളയല്ലേ. മാത്സ് ഹോംവർക്കിൻ്റെ അത്രയും എന്ന് പറഞ്ഞാൽ ഏത് മാത്സ് ഹോംവർക്ക് എന്ന് വരും. മൈ മാത്സ് ഹോംവർക്ക് എന്ന് തന്നിട്ടുണ്ട്, അതുകൊണ്ട് അത് എഴുതണം കേട്ടോ. ഇനി നൗ കംപ്ലീറ്റ് ദീസ് സെൻറ്റൻസസ് യൂസിങ് നോട്ട് ആസ് അസ്. ആണ് എന്ന് പറഞ്ഞു, ഇവിടെ അല്ല എന്ന് പറയണം. എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? ഇല്ല, ഒരുപോലെ തന്നെ. A car is not as fast as an aeroplane. ഫാസ്റ്റ് ആണ് ചേർക്കേണ്ടതെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. എ ചാറ്റ് ഈസ് നോ ഫോർമൽ എന്നുള്ളത് വേണം. ആ ചാറ്റ് ഈസ് നോട്ട് ആസ് ഫോർമൽ ആസ് എ പബ്ലിക് സ്പീച്ച്. ഓട്ടം ഈസ് നോട്ട് as cold as winter. The moon is not as bright as the sun. അത്രയേ ഉള്ളൂ. To say that one thing is less in comparison with another, we use not as. നമ്മൾ പറഞ്ഞു രണ്ടും ഒരുപോലെ സിമിലർ എന്ന് പറയുന്നിടത്ത് നമ്മൾ അസ് എന്ന് പറഞ്ഞു. ഇനി ഒരുപോലെ അല്ല എന്ന് പറയണമെങ്കിൽ നമുക്ക് എന്ത് പറഞ്ഞാൽ മതി? നോട്ട് അസ്, എന്തോ അസ്. എന്തോ എന്നുള്ളിടത്താണ് അവിടെ ക്വാളിറ്റി പറയേണ്ടത്. അത്രയേ ഉള്ളൂ. എക്സാമ്പിൾ ഉണ്ട്. an elephant is not as fast as a tiger. ടൈഗറിന് എത്ര സ്പീഡ് എലിഫൻറ്റിനുണ്ടോ? ഇല്ല. അത് പറയാൻ വേണ്ടി നമ്മൾ എന്ത് യൂസ് ചെയ്തു? നോട്ട് അസ് എന്നുള്ളത് യൂസ് ചെയ്തു. ഇനി 10. ഇതും കൂടെ ഉള്ളൂ കേട്ടോ. നല്ല ആക്ടിവിറ്റി ആയിരുന്നു കേട്ടോ. ഒത്തിരി ഉണ്ട് മക്കളെ, എല്ലാം കൂടെ ഒത്തിരി ഉണ്ടായിരുന്നു. അതായത് നമ്മൾ തീർത്തു. റീഡ് ദ ഫോളോയിങ് കോൺവെർസേഷൻ ആൻഡ് പിക്ക് ഔട്ട് ദ എക്സ്പ്രഷൻസ് യൂസ്ഡ് ടു മേക്ക് സജഷൻസ്. റൈറ്റ് ദം ഇൻ ദ ബോക്സ് ഗിവൺ ബിലോ. മക്കളെ തന്നിരിക്കുന്നത് ഒരു കോൺവെർസേഷനാണ്. അതിൽ കുറേ സജഷൻസ്, എന്താണ് നമുക്ക് അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യൂ, ഇങ്ങനെ ചെയ്യുന്നതാണ് നിങ്ങൾക്ക് നല്ലത് എന്നൊക്കെ പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ സജഷൻസ് എന്ന് പറയുന്നത്. അതിവിടെ ഉണ്ട്. അത് ഏതൊക്കെയാണെന്നൊന്ന് കണ്ടുപിടിച്ചെഴുതുക, എളുപ്പം. അനുഷ, ഹൈ എവ്രി വൺ, ഐ ഹാവ് ബീൻ ടോക്കിംഗ് അബൌട്ട് വാട്ട് വി ക്യാൻ ഡു ഇൻ അവർ സോഷ്യൽ സർവീസ് ക്ലബ് നെക്സ്റ്റ് ഇയർ. അനുഷ പറയാണ്, ഞാൻ ഇത്രയും നേരം നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരുന്നത് അടുത്ത വർഷം നമ്മുടെ സോഷ്യൽ ക്ലബിന് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമെന്നാണ്. പ്രജ്വൽ, ഹൗ അബൌട്ട് ക്ലീനിങ് ദ പാർക്ക് ക്ലീൻ ചെയ്യുന്നതിനെ പറ്റി എന്താണ്? ഗുഡ് ഐഡിയ. വി ക്യാൻ റിമൂവ് ഓൾ ദി ട്രാഷ്. വി ഷൾ ഓൾസോ തിങ്ക് ഓഫ് പ്ലാന്റിങ് സം ട്രീസ്. ഇതെല്ലാം സജഷൻസ് തന്നെയാണ്. എന്താണ്? നമുക്ക് ട്രാഷ് എല്ലാം മാറ്റണം, എന്താണ് വേസ്റ്റ് മാറ്റണം, പിന്നെ ഒരുപാട് മരങ്ങൾ നടണം. വാട്ട് അബൌട്ട് കണ്ടക്ടിങ് ആൻ അവെയർനെസ് പ്രോഗ്രാം ഓൺ എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ. എൻവയോൺമെൻറ്റൽ പൊല്യൂഷനെ പറ്റിയിട്ടൊരു അവെയർനെസ് ക്ലാസ്, എന്താണ് അന്തരീക്ഷ മലിനീകരണത്തെ പറ്റി അല്ലെങ്കിൽ നമ്മുടെ പരിസര മലിനീകരണത്തെ പറ്റി നമ്മൾക്കൊരു അവെയർനെസ്, മറ്റുള്ളവർക്ക് അതിനെപ്പറ്റി ഒരു ബോധമുണ്ടാകാൻ ഒരു ക്ലാസ് വെച്ചാലോ? അടുത്തത്, ഐ തിങ്ക് ദാറ്റ് വിൽ മേക്ക് എ ഗുഡ് ഇമ്പാക്റ്റ്. അതും ഒരു നല്ല കാര്യമാണ്. ഐ സജസ്റ്റ് മേക്കിംഗ് പോസ്റ്റേഴ്സ് ടു മേക്ക് പീപ്പിൾ അവെയർ ഓഫ് ഡ്രഗ് അബ്യൂസ്. ഡ്രഗ് ഉപയോഗിക്കുന്നതിനെ പറ്റി അവെയർനെസ് ഉണ്ടാകാൻ വേണ്ടി പോസ്റ്റർ ഉണ്ടാക്കിയാലോ? വി ക്യാൻ പുട്ട് ദം അപ്പ് ഓൺ ദ സ്കൂൾ വോൾസിലൊക്കെ കൊണ്ടുവന്ന് ഒട്ടിക്കാം. ദാറ്റ് ഈസ് എ ഗുഡ് തോട്ട്. സത്യ, അടുത്ത, ഷോൾ വി കളക്ട് സം ബുക്സ് ആൻഡ് ലേണിംഗ് മെറ്റീരിയൽസ് ഫോർ സ്റ്റുഡൻസ് ഹൂ നീഡ് ദം. ആവശ്യമുള്ളവർക്ക് കൊണ്ടുവന്ന് കുറച്ച് ബുക്കൊക്കെ കളക്ട് ചെയ്ത് കൊടുത്താലോ? ദാറ്റ് ഈസ് എ ഗുഡ് വേ ടു ഗെറ്റ് മോർ പീപ്പിൾ ഇൻവോൾവ്. അപ്പോൾ കുറേ ആൾക്കാരെയും കൂടെ അതിനകത്ത് സഹകരിപ്പിക്കാം. എന്താണ്, ഞങ്ങളിങ്ങനെ ഒരു പുസ്തകം സംഘടിപ്പിക്കുന്നുണ്ട്, നിങ്ങളുടെ കയ്യിൽ പുസ്തകങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടുവരൂ എന്ന് പറയുമ്പോൾ കുറേ പേരെയും കൂടെ പങ്കെടുപ്പിച്ചൂടെ? ഗ്രേറ്റ്, ലെറ്റ് us work together and do what we planned. അപ്പോൾ ഇതിനകത്ത് എളുപ്പമുള്ള ഏതാണെന്ന് മക്കളെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ക്വസ്റ്റ്യൻ, അപ്പോൾ എന്തൊക്കെയാണ് സജഷൻ എന്നുള്ളത് ദാ മാർക്ക് ചെയ്തിട്ടുണ്ട്, എഴുതുക. ഇനിയുണ്ട്, തീർന്നിട്ടില്ല കേട്ടോ, അങ്ങനൊന്നും തീർക്കൂല. There is a discussion in Namida's class on making the school eco-friendly. നമ്മുടെ സ്കൂള് നമ്മുടെ ആ ഒരു ആവാസ വ്യവസ്ഥ, ഒരു എക്കോ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ചുറ്റുപാടുമായിട്ട് ഫ്രണ്ട്ലി ആകണം, അതിനെ പറ്റിയിട്ടുള്ളൊരു ഡിസ്കഷനാണ് നടന്നത്. ദ ടീച്ചർ ആസ്ക് ദ സ്റ്റുഡൻസ് ടു ഗീവ് മോർ സജഷൻസ്. ക്യാൻ യു ഹെൽപ്പ് ദം? അപ്പോൾ ഇങ്ങനെ ഒരെണ്ണം നടന്നു. അപ്പോൾ ടീച്ചർ കുട്ടികളോട് എന്താണ് കൂടുതൽ സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാൻ പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് അവരെ ഹെൽപ്പ് ചെയ്യാമോ? ഹിൻഡ് എന്താണ്? അവോയ്ഡ് പ്ലാസ്റ്റിക്, പ്രൊമോട്ട് റീയൂസബിൾ ലഞ്ച് ബോക്സസ് ആൻഡ് ബോട്ടിൽസ്, ഇൻസ്റ്റാൾ സോളാർ പാനൽസ്, സെറ്റപ്പ് കമ്പോസ്റ്റിംഗ് ബിൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ തന്നിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാം. അപ്പോൾ യു ക്യാൻ യൂസ് ദീസ് എക്സ്പ്രഷൻസ് ടു മേക്ക് സജഷൻസ്. കണ്ടോ, ഈ എക്സ്പ്രഷൻസ് ഒക്കെ വെച്ച് നമുക്ക് ചെയ്യാം. വാട്ട് ഡു യു തിങ്ക്, വാട്ട് അബൌട്ട്, മേ ഐ സജസ്റ്റ്, ഷോൾ വി, വൈ നോട്ട്, ഹൗ അബൌട്ട്, വൈ ഡോണ്ട് വി, ലെറ്റസ്, ഐ തിങ്ക് എന്നും പറഞ്ഞ് നിങ്ങൾക്ക് തുടങ്ങാം. ഒരെണ്ണം അവർ തന്നെ തുടങ്ങി വെച്ചിട്ടുണ്ട്. വാട്ട് ഡു യു തിങ്ക് ഓഫ് ഇൻസ്റ്റാളിങ് സോളാർ പാനൽസ്. സോളാർ പാനൽസ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിനെ പറ്റി നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ ചിന്തിക്കുന്നത്? ഒന്നാമത്തെ ആൾ ചോദിച്ചു.
അടുത്തത്, വാട്ട് അബൌട്ട് സെറ്റിംഗ് അപ്പ് ബിൻസ് ഫോർ റീസൈക്ലിംഗ് പേപ്പർ ആൻഡ് പ്ലാസ്റ്റിക്? പിന്നെ, മേ ഐ സജസ്റ്റ് യൂസിങ് ക്ലോത്ത് ടവൽസ് ഇൻസ്റ്റെഡ് ഓഫ് പേപ്പർ ടവൽസ്? ഷാൾ വി പ്ലാന്റ് മോർ ഫ്ലവേഴ്സ് ആൻഡ് ട്രീസ് അറൗണ്ട് ദി സ്കൂൾ? ഇനി, why not use energy saving light bulbs in all classrooms? ഇനി, why don't we bring our own reusable cups for drinks? Reusable cups നമ്മുടെ തന്നെ. Let us make a garden where students can grow plants and vegetables. How about organizing a campaign to raise awareness about environmental conservation? ഇനി, I think we should encourage students to bring their own reusable water bottles instead of disposable ones. ഇത് ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെയൊക്കെ അർത്ഥം പറയണോ? അപ്പോൾ എന്താണ്? പ്ലാസ്റ്റിക്കും പേപ്പറും ഒക്കെ റീസൈക്കിൾ ചെയ്യുന്നത് യൂസ് ചെയ്യാം. പിന്നെന്ത് പറയുന്നുണ്ട്? ക്ലോത്ത് ടവൽസ്, പേപ്പർ ടവലിനേക്കാളും ക്ലോത്ത് ടവൽ ഉപയോഗിക്കാം. പിന്നെ കൂടുതൽ മരങ്ങളൊക്കെ നടുക. പിന്നെന്താണ്? റീയൂസബിൾ കപ്പ്, വെള്ളം കുടിക്കാനുള്ളത് കൊണ്ടുവരുന്നതിനെ പറ്റി എങ്ങനെയാണ് പറയേണ്ടത്? സ്റ്റീൽ കപ്പൊക്കെ ഉണ്ടല്ലോ അത്. പിന്നെ നമ്മൾ തന്നെ റീയൂസബിൾ ആയിട്ടുള്ള വെള്ളം കുടിക്കുന്ന ഗ്ലാസ്സിനെ പറ്റി നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് കൊണ്ടുവരുന്നതിനെ പറ്റി? പിന്നെന്താണ്? റീയൂസബിൾ വാട്ടർ ബോട്ടിൽ കൊണ്ടുവരുന്നതിനെ പറ്റി പ്ലാസ്റ്റിക്കിന് പകരം എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? പിന്നെന്താണ്? എൻവയോൺമെൻറ്റൽ കൺസർവേഷനെ പറ്റിയിട്ട്, എന്താണ് നമ്മുടെ പരിസ്ഥിതി നിലനിൽക്കണ്ടേ, അതിനെ പറ്റിയിട്ടുള്ള ഒരു ക്ലാസ്സൊക്കെ നടത്തുന്നതിനെ പറ്റിയിട്ടൊക്കെ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇങ്ങനെയൊക്കെ ഉള്ള കുറേ ക്വസ്റ്റ്യൻസാണ് ഇതിനകത്തുള്ളത് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ ആഡ് ചെയ്തെഴുതാം. ഞാനിപ്പോൾ എല്ലാ മേഖലയൊന്നും ടച്ച് ചെയ്തിട്ടില്ല. ഇവർ ഈ പറഞ്ഞ എല്ലാ മേഖലയൊന്നും ഞാൻ ടച്ച് ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് കൂടുതലായിട്ട് എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഇത്രയായപ്പോൾ ഈ ആക്ടിവിറ്റീസും കൂടെ ആപ്പ് ചെയ്ത് തീർന്നു. നല്ല ഒരുപാടുണ്ടായിരുന്നു. ഇനി ഒരു ചാപ്റ്റർ കൂടി എക്സാമിനുണ്ടല്ലേ, നോക്കാം, എടുത്തു തരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ മക്കളെ. ഇത്രയും നോക്കിയാൽ മതി. ബാലൻസ് നമ്മൾ വീഡിയോസ് അടുത്ത ക്ലാസ്സുകളിലായിട്ട് ഇടുന്നതായിരിക്കും. എക്സാമിന് മുമ്പെല്ലാം തീർക്കാം കേട്ടോ. കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി വർക്കൗട്ട് ചെയ്യുന്നതായിരിക്കും. ഇത്രയും പഠിക്കുക, മിടുക്കരായിട്ടിരിക്കുക. ഓൾ ദി ബെസ്റ്റ്.